സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ റെക്കോർഡ് 11.17 കോടി യൂണിറ്റാണ് ഇന്നലെ ഉപയോഗിച്ചത്. ഉപഭോഗം വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ് KEC. വിവരങ്ങൾ നൽകാൻ RB സനൂപ് ചേർന്നുണ്ട്. സനൂപ്, നിലവിൽ വലിയ വില കൊടുത്താണ് വൈദ്യുതി വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയും നേരിടേണ്ടി വരുന്നുണ്ട്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് KEC ആലോചിക്കുന്നത്? ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുതിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് വൈദ്യുതി 11 കോടി യൂണിറ്റ് മൊത്ത വൈദ്യുതി ഉപഭോഗം ചരിത്ര സംഭവമായിട്ട് മാറുന്നത്. ഇന്നലെ 11.17 കോടി യൂണിറ്റാണ് മൊത്ത വൈദ്യുതി ഉപഭോഗം. തിങ്കളാഴ്ച 11.01 കോടി യൂണിറ്റ് ആയിരുന്നു. അതേപോലെ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത് ഈ പീക്ക് സമയത്തെ ആവശ്യകതയാണ്. അത് ഇന്നലെ 5493 മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തിന് വേണ്ടി വന്നത്. ഉടൻ തന്നെ ഇത് 5500 മെഗാവാട്ടായിട്ടേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുറത്തുനിന്ന് അധികമായി വൈദ്യുതി വാങ്ങുകയാണ് KEC ചെയ്യുന്നത്. ഉടൻ തന്നെ അതായത് മുൻകൂട്ടി പണമടച്ച് മാത്രമേ KECക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ കഴിയുകയുള്ളൂ. പ്രധാനമായിട്ടും ഇപ്പോൾ രാത്രി 8 മണി മുതൽ പുലർച്ചെ 2 മണി വരെയാണ് കൂടുതലായിട്ടും വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത്. ഇതാണെങ്കിൽ യൂണിറ്റിന് 10 രൂപ മുടക്കിയാണ് KEC വാങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്ന് എത്തിച്ചതും ഈ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ മാസത്തെ ശമ്പളവും പെൻഷനും നൽകിയത് സർക്കാർ അനുവദിച്ച 767 കോടി രൂപയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടുതലായിട്ട് ഇങ്ങനെ വൈദ്യുതി അധികമായിട്ട് വാങ്ങേണ്ടി വരുന്നത് വലിയൊരു പ്രതിസന്ധി KECന് മുമ്പിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അധിക ലോഡ് ഈ രാത്രികാലങ്ങളിൽ വരുന്നത് പലപ്പോഴും ഈ ഫ്യൂസ് അടിച്ചു പോകുന്നതിന് മറ്റൊക്കെ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഈ പലരും പറയുന്നുണ്ട് ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഒരു പരാതി വരുന്നുണ്ട്. പക്ഷെ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അധിക ലോഡ് വരുന്നത് കൊണ്ടാണ്. എന്തായാലും ഈ മാസം പകുതിയോടുകൂടി ചൂട് കുറയുമെന്നുള്ള ഒരു കാലാവസ്ഥ റിപ്പോർട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചാണ് KEC ഒരു ആശ്വാസം കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ ചൂട് കുറയുന്നതോടുകൂടി ഈ വൈദ്യുതി ഉപഭോഗം കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് KEC ഇപ്പോഴുള്ളത്. രേഷ്മ.